ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉള്ളിത്തണ്ട് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളിത്തണ്ട് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസുള്ള ഒരു സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. പച്ചമണം മാറിയതിന് ശേഷം ഞാനതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടികളിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങയൊന്ന് വലിഞ്ഞ് പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങയും സ്പ്രിംഗ് ഓണിയനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു 1-2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇത് വെന്ത് വരാൻ വേണ്ടി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവിയിൽ തന്നെ ഇരുന്നത് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ഇപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് എടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ശരിക്കും വെന്ത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുട്ട ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ സമയത്ത് ചേർത്ത് വേവിച്ചെടുക്കാം.